ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റിപ്പോവുകയാണ്. ഷാരിക്കാണ് കുത്തേൽക്കുന്നത്. കല്യാണിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമുണ്ടാകുന്നില്ല. അങ്ങനെ ഷാരിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അവരെത്തിക്കുന്നുണ്ട്. അവർക്ക് ഒട്ടും അറിയില്ല ഈ ഷാരിയും സരയുമാണ് ഇപ്പോൾ ഇവരെ ദ്രോഹിക്കാൻ നടക്കുന്നതെന്ന കാര്യം. അതുപോലെ തന്നെ താരയാണെങ്കിൽ താരയെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ സരയു. അപ്പം താര ഇടയ്ക്ക് മുറയ്ക്കും കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മോളെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും അവർക്കൊരു സംശയത്തിന് ഇടവരികയാണ്. എന്തുകൊണ്ടാണ് താരയാൻ്റിക്ക് ഇത്ര വിഷമം, എന്തുകൊണ്ടാണ് താര ആൻറ്റി കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവരിങ്ങനെ സംശയിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ കാണാൻ പോലും വരുന്നില്ല, അതായത് സരയുവിൻ്റെ മോളെ പോലും കാണാൻ വരുന്നില്ല, അവിടെ തന്നെ നിൽക്കാണ്. ആരെന്ത് ചോദിച്ചിട്ടും അതിനുള്ളൊരു ഉത്തരവും താര നൽകുന്നില്ല. അങ്ങനെ ആ സമയത്ത് കല്യാണി നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് പോയിട്ടൊക്കെ. അപ്പോൾ ആ സമയത്ത് വീണ്ടും താരയ്ക്ക് സരയുവിൻ്റെ കയ്യിൽ നിന്നും വഴക്കും അതുപോലെ തന്നെ ഉപദ്രവവുമാണ് ഏൽക്കുന്നത്. പിന്നെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊരു കൊലയാളി അകത്ത് കടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വാതിൽ പൊളിക്കണം, ഏതെങ്കിലും ഒരു പൂട്ടെങ്കിലും പൊളിക്കണം. പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള വാതിലിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെയാണെങ്കിൽ അകത്ത് നിന്ന് ആരെങ്കിലും വാതിൽ തുറന്നു കൊടുത്തതായിരിക്കുമോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്തും കിരൺ പറയുന്നുണ്ട്, ആര് തുറന്നു കൊടുക്കാൻ, കല്യാണിയും ഷാരിയാൻ്റിയും മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഷാരിയാൻ്റി അങ്ങനെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോനെ, എനിക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ല, പക്ഷേ എന്നാലും അവൾക്ക് അവളുടെ ഭർത്താവിനെ കൊന്ന ഒരു ദേഷ്യം, അതുപോലെ തന്നെ കല്യാണി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണല്ലോ അവൾക്ക് അവളുടെ മകൾക്കും തിരിച്ചടികൾ വന്ന് കിട്ടിത്തുടങ്ങിയത്. അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം ഇനി അവൾക്കുണ്ടെങ്കിലോ എന്നിങ്ങനെ സംശയിക്കുകയാണ്. അങ്ങനെയൊന്നും സംശയിക്കേണ്ട അച്ഛ, അതൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മുടെ കിരൺ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളും ഈ പറയുന്ന സരയുവിനെയും ഷാരിയെയും സംശയിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ രതീഷാണ്. രതീഷ് പല വട്ടമായിട്ട് പറയുന്നുണ്ട് സരയുവിനെ സൂക്ഷിക്കണം. സരയു നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അവളുടെ മനസ്സിൽ എന്തോ പകയുണ്ട്. അതുപോലെ തന്നെ അവളുടെ അച്ഛൻ ആ ബിൽഡിങ്ങിലേക്ക് പോയപ്പോൾ കല്യാണി അവിടേക്ക് ചെല്ലുമെന്ന് ആരോ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത് പോലെയാണ് അയാൾ അന്ന് കല്യാണിയെ കുത്തിയത്. ഇപ്പോൾ ഈ ഒരു ഗുണ്ട അകത്ത് കയറിയതും എങ്ങനെയാണെന്നുള്ള സംശയങ്ങൾ രതീഷ് പ്രകടിപ്പിക്കുമ്പോൾ അതും തള്ളിക്കളയുകയാണ് കിരൺ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ തള്ളിക്കളഞ്ഞത് അത് വലിയൊരു അബദ്ധമായി എന്ന് പിന്നീട് അവർക്ക് തോന്നും എന്തായാലും. അങ്ങനെ അതിനുശേഷം നമ്മുടെ സരയു ആണെങ്കിൽ തൻ്റെ അമ്മയ്ക്കരികിലേക്ക്, അതായത് ഷാരിക്കരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഷാരിക്കരികിലേക്ക് ചെല്ലുമ്പോൾ ഷാരി പറയുന്നുണ്ട്, മോളെ എന്തായാലും മോള് പറഞ്ഞതുപോലെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്, പക്ഷേ എനിക്കാണ് കുത്തു കിട്ടിയത്. അപ്പോൾ ഷാരിയുടെ അസുഖങ്ങളൊക്കെ ഏകദേശം ഭേദമായി, കണ്ണൊക്കെ തുറന്നു, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും അവളോട് പറയുകയാണ്, മോളെ എന്തായാലും മോളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മോളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഒരു കാരണവശാലും കിരണോ കല്യാണിയോ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മോള് അതോടുകൂടി അവിടെ തീരും കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സരയ് പറയുന്നു, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പെറ്റമ്മ എന്തെങ്കിലും പറയുമോ എന്നൊരു പേടി എനിക്കുണ്ട്. അവര് ഇടയ്ക്കിടയ്ക്ക് കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ അവരെ ഞാൻ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് എന്നും ഇങ്ങനെ സരയ് പറയുകയാണ്. എന്തായാലും മോളെ, ഞാൻ എൻ്റെ വായിൽ നിന്ന്, എൻ്റെ നാവിൽ നിന്നും ആ ഒരു വാക്ക് മോളെ പറ്റിയുള്ള പുറത്തു പോകില്ല എന്ന് ഷാരി ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഷാരിക്ക് സരയുവിനെ നഷ്ടപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ടല്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മുടെ പ്രകാശനെ കാണാനായിട്ട് പെൺമക്കൾ വന്നിരുന്നല്ലോ, കല്യാണിയും അതുപോലെ കാദംബരിയും. അങ്ങനെ അവർ പ്രകാശന് വലിയ പ്രതീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛൻ പേടിക്കണ്ട, അച്ഛനെ അടുത്ത കോടതി കൂടലിൽ അച്ഛൻ എന്തായാലും പുറത്തിറങ്ങും, കിരണേട്ടൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നവീൻ വക്കീൽ പറഞ്ഞു തരുന്നത് പോലെ അച്ഛൻ കോടതിയിൽ പറയണം, അച്ഛൻ ഞാൻ കൊന്നു എന്നൊക്കെ പറയുന്ന രീതിയിലൊന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, ഇനി എന്തായാലും എനിക്ക് പുറത്തിറങ്ങണം, എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് താമസിക്കണം, എനിക്കിനി കുറച്ച് നാളല്ലേ ഉള്ളൂ, ഞാൻ അറ്റാക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരാളല്ലേ,
ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അത്രയും നാളും എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണം. അതുപോലെ മക്കൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്നും നമ്മുടെ പ്രകാശൻ ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ എന്നാ പോയിട്ട് വരാം അച്ഛ എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോകുമ്പോൾ തിരിച്ച് പ്രകാശൻ ജയിലിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ മനോഹറുണ്ട്. അപ്പം മനോഹർ ചോദിക്കുകയാണ്, എന്ത് പറഞ്ഞ മക്കൾ എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ, അവർക്ക് വിഷമമാണ് എന്നെ ഇങ്ങനെ കാണാനായിട്ട്. എന്തായാലും എന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ കിരൺ മോൻ നോക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായി എൻ്റെ കുഞ്ഞിൻ്റെ കാണിക്കണമെന്ന് പറഞ്ഞില്ലേ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ പറയാതിരിക്കുമോ, അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കല്യാണി മോള് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ പ്രകാശം പറയണേടാ, നമുക്ക് പുറത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടാകുള്ളൂ, നിന്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ താര വലിയ ടെൻഷനിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വീണ്ടും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കല്യാണിക്ക് വീണ്ടും അറിയണം എന്താണ് താരയുടെ മനസ്സിലുള്ള ആ ഒരു കാര്യമെന്ന്. അപ്പം സരയില്ലാത്ത സമയം നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ നമ്മുടെ കല്യാണിക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കുടിച്ചിട്ട് വീണ്ടും കല്യാണി മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് ചോദിക്കുകയാണ്, എന്താണ് ആൻറ്റിക്ക് എന്താ പറ്റിയത്, എനിക്കിങ്ങനെ അപകടം വരാൻ പോകുന്നു എന്ന് ആൻറ്റിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ ആൻറ്റിയുടെ മകളെ പോലെ തന്നെയല്ലേ ഞാൻ, എന്നെയല്ലേ ആൻറ്റി ആദ്യം സ്നേഹിച്ചത്, പിന്നെയല്ലേ സരയുവിൻ്റെ സ്നേഹം ആൻറ്റിക്ക് കിട്ടി തുടങ്ങിയത്, എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നിങ്ങനെ പറഞ്ഞിങ്ങനെ. അപ്പോഴും നമ്മുടെ താര കരയുകയാണ്. താരയ്ക്ക് പറയാൻ പേടിയാണ്, സരയു അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊല്ലും, അത് ഉറപ്പാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും സരയു അടുത്ത കളികൾ തുടങ്ങുകയാണ്. അതായത് നമ്മുടെ കല്യാണിയെ കൊടുക്കാൻ വേണ്ടി, കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗുണ്ടകളെ കാണുകയാണ്. 2 ഗുണ്ടകളെ ഇതുപോലെ കാണുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ഇതുപോലെ വീണ്ടും പണം സരയു നൽകുകയാണ്. സരയു പറയുന്നുണ്ട്, ഇതാ ഒരാളെ ഏൽപ്പിച്ചിട്ട് അവൾക്ക് അബദ്ധം പറ്റി, എൻ്റെ അമ്മയ്ക്കാണ് കുത്തേറ്റത്, ഇനി അതുപോലുള്ള അബദ്ധങ്ങൾ പറ്റരുത്, ഇത് ഫൈനലായിരിക്കണം, നിങ്ങളത് ചെയ്തു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർക്ക് പണം നൽകി സരയു പോരുകയാണ്. എന്തായാലും വീണ്ടും കല്യാണിയെ കൊല്ലാനുള്ള ആൾക്കാർ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും കല്യാണി രക്ഷപ്പെടുകയാണ്. ഒടുവിൽ സരയു തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. സരയുവിൻ്റെ മനസ്സിലെ വിഷം എല്ലാവരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ സരയുവിനെ തല്ലിച്ചതച്ച് സരയുവിനെയും താരയല്ല ശാരിയെയും അവരെ 2 പേരെയും തല്ലിച്ചതച്ച് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും പല പടുകുഴിയിൽ വീഴപ്പോഴും അവരെ കൈപിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഇവരാണ്. അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തതും അതുപോലെ തന്നെ അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും അവളെ പ്രാന്തിൻ്റെ വക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതൊക്കെ ആ കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ശാരിയെയും സരയുവിനെയും അടിച്ചു പുറത്താക്കുകയും ചെയ്യുന്നു. കൺമണി മോളെ വിട്ടുകൊടുക്കുന്നില്ല. കൺമണി മോള് ഇനിയുള്ള കാലം മനോഹർ പുറത്തിറങ്ങുമ്പോൾ മനോഹറിൻ്റെ ഒപ്പവും അതുപോലെ ഞങ്ങളുടെ മകളായി ഞങ്ങൾ വളർത്തുമെന്ന് പറഞ്ഞ് കൺമണി മോളെ പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സരയുവിനെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത സരയുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.